ആലുവയിൽ 20 വയസ്സുകാരൻ പോലീസ് പീഡനം മൂലം ജീവനൊടുക്കിയെന്ന് പരാതി. ഏപ്രിൽ 16-നാണ് ആലുവ സ്വദേശി അഭിജിത്ത് സുനിൽ ആത്മഹത്യ ചെയ്തത്. അഭിജിത്തിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിലുള്ളവർക്കെതിരെ കേസ് കൊടുക്കുകയും നീതി കിട്ടും വരെ പോരാടുമെന്നും കുടുംബം. ഏപ്രിൽ 16-നാണ് ആലുവ സ്വദേശി അഭിജിത്ത് സുനിൽ ആത്മഹത്യ ചെയ്തത്. തിരുവാലൂർ ക്ഷേത്രത്തിലെ ഉത്സവപ്പറമ്പിൽ വെച്ച് ഏപ്രിൽ 12-ന് മുൻ പഞ്ചായത്ത് അംഗം സുരേഷും അഭിജിത്തും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും തുടർന്ന് സുരേഷും സംഘവും ചേർന്ന് അഭിജിത്തിനെ മർദ്ദിക്കുകയും ചെയ്തു. പിന്നീട് സുരേഷിനെതിരെ അഭിജിത്ത് പോലീസിൽ കേസ് കൊടുത്തു. എന്നാൽ അഭിജിത്തിന്റെ പരാതി പരിഗണിക്കാതെ അഭിജിത്ത് മർദ്ദിച്ചുവെന്നാരോപിച്ച് മറുവിഭാഗം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അഭിജിത്തിനെതിരെ പോലീസ് നടപടിയെടുത്തുവെന്നാണ് സഹോദരിയുടെ ആരോപണം. ഇവന്റെ കേസ് അവര് കൺസിഡർ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞ് 12-ാം തീയതി തന്നെ ഉച്ചയ്ക്ക് പ്രസാദൂട്ട് കഴിക്കാൻ പോയ അവനെ പോലീസുകാരെല്ലാവരും കൂടെ ചേർന്ന് തിരുവാലൂര് മഹാദേവ ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോവാണ്. ഒരു കാരണവും കൂടാതെ കരുതൽ തടങ്കിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അന്ന് തന്നെ അവന്റെ വാഹനം അവർ പിടിച്ചു വെക്കുകയാണ് ഉണ്ടായത്. മഫ്തിയിൽ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവന് നിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. അത് മാത്രമല്ല 12-ാം തീയതി ഈ പോലീസ് സ്റ്റേഷനിൽ ഇവനെ പിടിച്ചുകൊണ്ടുപോയി വെച്ച സമയത്ത് ഇവനെ അവിടെ ഉണ്ടായിരുന്ന SI മർദ്ദിച്ചുവെന്നും അവൻ പറഞ്ഞിരുന്നു. തുടർന്നുണ്ടായ പോലീസിന്റെയും മറുവിഭാഗക്കാരുടെയും ഭീഷണിയെ തുടർന്നാണ് അഭിജിത്ത് ആത്മഹത്യ ചെയ്തതെന്നും സഹോദരി പറഞ്ഞു. മരിക്കുന്നതിന്റെ അന്ന് രാത്രി അവൻ എന്നെ വിളിച്ചതെല്ലാം പറയുണ്ടായിരുന്നു. എനിക്ക് അവരെന്നെ ജീവിക്കാൻ അനുവദിക്കില്ല, എനിക്കൊരു പാസ്പോർട്ടോ PCCയോ എനിക്ക് കിട്ടാനൊന്നും പോണില്ല, എനിക്കെതിരെ കേസെടുത്തു, എന്റെ മൊഴി പോലും അവരെടുത്തില്ല, അവരെന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള രീതിയിൽ അവൻ മാനസികമായിട്ട് വളരെയധികം തളർന്നിരുന്നു. 12-ാം തീയതി തന്നെ എന്റെ അമ്മ ഈ സുരേഷ് കള്ളിക്കാട്ട് പറമ്പിലിനെ വിളിച്ചിട്ട് അവനൊരു 20 വയസ്സ് പ്രായമുള്ള പയ്യനല്ലേ, അവന് ഒരു പാസ്പോർട്ടും PCCയും എല്ലാം കിട്ടി പുറത്തോട്ട് പോകേണ്ടതല്ലേ, ഈ കേസിൽ നിന്നെല്ലാം ഇവനെ ഒഴിവാക്കിക്കൂടെ എന്നുള്ളത് പറഞ്ഞ് യാചിച്ചിരുന്നു. പക്ഷെ അപ്പോഴും വളരെയധികം ഭീഷണിയുടെ സ്വരത്തിലാണ് അയാള് മറുപടി പറഞ്ഞത്. അതായത് അവന് PCCയും പാസ്പോർട്ടും ഒന്നും കിട്ടണ്ട, അവൻ നാട്ടിൽ തെണ്ടി നടക്കട്ടെ, ഞങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇതുകൊണ്ട് ഞങ്ങൾ അവനെ നേരിട്ട് കൊള്ളാം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ന്യൂസ് ബ്യൂറോ, ആലുവ. Nakshatra Gold and Diamonds. Online delivery available all across India.